നവംബർ 1 അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തെ തുടർന്നും ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു നേട്ടം കേരളം കൈവരിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ ഈ രംഗത്ത് അവർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നിന്ന് അവർ തന്നെ വ്യക്തമായി മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ട് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ദേശീയ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ ഈ നേട്ടം മാതൃകാപരമാണെന്ന് ലോകോത്തരമാണെന്നും അവതരിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിൽ പല മാധ്യമങ്ങളും വിചിത്രമായ പ്രതികരണങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. അതുപോലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കളും അവരുടെ പ്രസ്താവനകളും യഥാർത്ഥത്തിൽ ഈ നേട്ടത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടി, അതിനെ കെട്ടിക്കാണിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചാരവേല നടത്തുകയും ചെയ്യുകയാണ്. BJP നേതാവ് മോദി സർക്കാരിൻ്റെ നേട്ടമാണ് ഇത് എന്ന തരത്തിലാണ് അവതരിപ്പിച്ചത്. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന് തരേണ്ടത് തരാതെ ഈ നേട്ടത്തിന് പിന്നിൽ BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ വിസ്മയകരമായ ഒരു കാര്യമാണ്. ആർക്കും അത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നില്ല. അതേപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ വികാസത്തിന് ഒരു സംഭാവനയും ചെയ്യാത്ത സംഘപരിവാർ വിഭാഗമാണ് ഇത്തരം അവകാശവാദവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാന കാലഘട്ടം മുതൽ അതിനെതിരായി നിന്നവരാണ് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇതെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിലപാടിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും നിർവഹിച്ചത്. അത് പ്രാവർത്തികമാക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഇടപെടലാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ സവിശേഷതകളെ പഠിച്ച് ക്രിയാത്മകമായി നടത്തിയ ഇടപെടലിൻ്റെ രീതിയെ അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ അവതരിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളിൽ ചിലർ ചോദിച്ചത് ഇത്രയും ആനുകൂല്യങ്ങൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നതാണ്. പിന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അതായത് UDF അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള നിലപാടെന്താണ് എന്നാണ് ഒന്നുകൂടി വ്യക്തമാക്കുന്നത്. ഏതായാലും തുടർഭരണം നിലനിൽക്കുമെന്നതിനാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നും തുടരാൻ സാധിക്കില്ല എന്ന് പറയുന്ന UDF വന്നാൽ ഇതൊന്നും നടപ്പിലാക്കാൻ അവർക്ക് ബാധ്യതയില്ലാത്തതാണ്. അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല. അവരുടെ നിലപാടെന്താണെന്ന് വ്യക്തമാണ്. പക്ഷേ തുടർ ഗവൺമെൻറ് വരും കേരളത്തിൽ എന്നുള്ളത് കൊണ്ട്
ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്.